നമസ്കാരം. എൻഐഎയും ATSും ഒക്കെ നിരന്തരം നിരീക്ഷിച്ചു വരുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ജിഹാദി ഭീകരവാദി കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ നായരെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. രാമചന്ദ്രൻ നായരുടെ മകളായിട്ടുള്ള ആരതി രാമചന്ദ്രൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിന് താഴെയായിരുന്നു ഇയാളുടെ കമന്റ് ഇത്തരത്തിലായിരുന്നു: ഒരു നാൾ ഭീകരവാദികൾ, അതായത് ഇയാളുടെ കൂട്ടാളികളായ ഭീകരവാദികൾ കുതിച്ചു കയറുകയും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ മാത്രം സംരക്ഷിച്ചു നിർത്തി മറ്റുള്ള ആൾക്കാരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തി അവരുടെ രാജ്യം സ്ഥാപിക്കും, തക്ബീർ ധ്വനികളുമായി അവരിവിടെ എത്തും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാൾ ഒരു കമന്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ കമന്റിന് എതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ വികാരമാണ് ഉയർന്നിട്ടുള്ളത്. BJPയുടെ യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള അദീന ഭാരതി മുട്ടം സ്റ്റേഷനിൽ ഇതിനെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്തിരുന്നു. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്തതിനെ തുടർന്ന് പോലീസ് ആക്ഷൻ എടുത്തു. മലപ്പുറത്താണ് ഈ മുഹമ്മദ് സനൂഫിൻ്റെ വീട്. അവിടെ എത്തി വിവരങ്ങളൊക്കെ തിരക്കിയെങ്കിലും ഇയാൾ അന്ന് പുറത്തായിരുന്നു, വിദേശത്തായിരുന്നുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇയാൾ കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന ഉടൻ തന്നെ എയർപോർട്ട് പോലീസ് എത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. മുട്ടം പോലീസ് അവിടെ എത്തി ഇയാളെ ഇപ്പോൾ മുട്ടം ജില്ലാ ജയിലിലേക്ക് മാറ്റി, ഇടുക്കിയുടെ മുട്ടം ജില്ലാ ജയിലിലേക്ക് ഇയാളെ മാറ്റിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ വളരെ കടുത്ത നടപടിയുമായിട്ട് NIA തന്നെ രംഗത്തിറങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇയാളെ NIA തൂക്കേണ്ടതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നെയാണ് ATS ഇവിടെ എത്തുകയും അതും ഇടുക്കിയിലെ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ആദിൽ തെക്കേ വീട്ടിലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത്. അതിൽ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ISISന്റെ ഒരു യൂണിറ്റ് കേരളത്തിൽ ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇയാൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ കേരളത്തിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ മുഹമ്മദ് സനൂഫ് പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ കേരളത്തിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി ഇയാളിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേരള പോലീസിൻ്റെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇയാളെ ഉടൻ തന്നെ NIA അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അല്ലെങ്കിലും മുഹമ്മദ് സനൂഫ് കേരളത്തിലെ ഒരു ജില്ലാ ജയിലിൽ കഴിയേണ്ട ആളല്ലല്ലോ. ഇയാളെ തീഹാർ ജയിലിൽ തന്നെ കൊണ്ടുപോകണം. അങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല മുഹമ്മദ് സനൂഫ്. എന്തായാലും ഇയാളെ തീഹാർ ജയിലിലേക്ക് മാറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്ര വലിയ ഗ്രാവിറ്റിയിലുള്ള കുറ്റകൃത്യം തന്നെയാണ് മുഹമ്മദ് സനൂഫ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഇട്ട ഫേസ്ബുക്ക് കമൻറ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാളിക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ഒരു ഭാരതീയന് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു കമൻ്റ് അല്ല. അത് വായിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും രക്തം തിളയ്ക്കും. അത് ഇങ്ങനെയായിരുന്നു ആ കമൻ്റ് ഒരിക്കൽ കൂടി വായിക്കാം. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചടക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുകയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച ബാക്കി മനുഷ്യരെ കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കുവാനും സാധിക്കില്ല. നാരായ തക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിൻ്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഈ രീതിയിലായിരുന്നു അയാളുടെ കമൻറ്റ്. അതായത് ഇങ്ങോട്ടേക്ക് കടന്നു കയറിയതിന് ശേഷം ഞങ്ങൾ മറ്റുള്ള, അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളടക്കമുള്ള മറ്റു മനുഷ്യരെ, മുസ്ലിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തും, മറ്റു മനുഷ്യരെയെല്ലാം കൊന്നൊടുക്കും എന്നായിരുന്നു ഇയാൾ പ്രസ്താവന ഇറക്കിയിരുന്നത്. ഇയാൾ ഫേസ്ബുക്കിൽ കമൻ്റായി രേഖപ്പെടുത്തിയിരുന്നത്. ഭാരതത്തിനകത്തേക്ക് കടന്നു കയറി ഇവിടേക്ക് ചില ഭീകരവാദ സെല്ലുകൾ രൂപീകരിക്കുവാനും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാനുമുള്ള വൻ സംഘങ്ങൾ, അത് ചെറു യൂണിറ്റുകളായിട്ട് പല ഭാഗങ്ങളിലേക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പിറകെ അന്വേഷണ സംഘങ്ങൾ വല വിരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പിറകെ ഇവരെല്ലാം ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഉടൻ തന്നെ പലരെയായി തൂക്കും. ഇവർ പ്രവർത്തനം നടത്തുന്ന പക്ഷം ഓരോ സമയത്തായിട്ട് ഇവരെ തൂക്കി അകത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു ഭീകരവാദിയെയും ഭാരതത്തിന് അകത്ത് സ്വതന്ത്രമായി വിഹരിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര നേതൃത്വം അനുവദിക്കില്ല. അതിനുവേണ്ടി ജാഗ്രതയോടുകൂടിയാണ്, കണ്ണിൽ എണ്ണയൊഴിച്ചാണ് ഓരോ നിമിഷവും നമ്മുടെ അന്വേഷണ ഏജൻസികൾ രാജ്യത്ത് വലവിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സനൂഫന്മാരെ രക്ഷപ്പെടുത്തുവാൻ ഒരു കാരണവശാലും രക്ഷപ്പെടുവാൻ അനുവദിക്കില്ല. അവരെ പൂട്ടുക തന്നെ ചെയ്യും കേന്ദ്ര സേനകൾ ഓരോന്നായിട്ട് ഇറങ്ങി. ഇവിടെ ഇയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഒരുപക്ഷെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന പുറമേ പറയുന്നവർക്കിടയിലും ഇത്തരത്തിലുള്ള ഭീകരവാദികൾ വലവിരിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് അവരുടെ ആശയങ്ങളെ കടന്നു കയറി മാറ്റി, എങ്ങനെയാണോ വൈറസിന് തലച്ചോറിൽ കയറിയതിനു ശേഷം ആ തലച്ചോറിനെ മുഴുവനായിട്ട് മാറ്റി
തങ്ങളുടെ ആശയത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ഇവർ പലരെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഓരോ ആൾക്കാരെയും, അത്തരത്തിലുള്ള ഓരോ മനുഷ്യരെയും ഇവിടെ നിന്ന് പിക്ക് ചെയ്യും, ഇവിടെ നിന്ന് കഴുത്തിൽ തൂക്കിയെടുത്ത് അവരെ എവിടേക്ക് കൊണ്ടുപോകാമോ അവിടേക്ക് കൊണ്ടുപോയി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ തന്നെയായിരിക്കും മുഹമ്മദ് സനൂഫിനെ. NIA തൂക്കും എന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. തീഹാർ ജയിലിൽ കൊണ്ടുപോയി ഇയാൾക്ക് വേണ്ട കൃത്യമായ ശിക്ഷ തന്നെ നൽകിയിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഉടൻ അവർ ഇവിടെ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്.